हे गाइस वेलकम बैक टू आवर चैनल। तो हम आ गए वापस प्रेमम के कौन नए पार्ट के साथ। तो यार अभी तक मूवी बहुत सही चल रही है। अचानक से 2006 पे आ गए हम लोग। वहाँ पे दिख रहा है कि कैसे जो जो लड़की है उसके जो पति है उसने मतलब कि कैफ़े खोल दिया है। वहाँ पे वो फ्लर्ट ही कर रहा था कुछ नई लड़की से। अब वो जॉर्ज का क्या होगा, है ना, कि क्या जॉर्ज याद आएगा उसको कि नहीं आएगा, वो हम लोग जानेंगे। तो जल्दी से इसको स्टार्ट करते हैं। सो फिर आप भी देखिए, हम भी देखते हैं। Let's लेट्स start. വെള്ളം വെള്ളം ഗുഡ് നൈറ്റ്. उसको बुला रहा था, वो सुन ही नहीं, फ्लर्ट कर रहा था वो, देखना നല്ല കുട്ടി അല്ലേ? എന്തേ നീ നോക്കണ്ട. कितना बेशरम है ഞാൻ ये। നോക്കണം, അത് ശരിയാവില്ല. നല്ല നല്ല വീട്ടിലെ കുട്ടിയായിരിക്കും. ഞാൻ ഇവിടെയൊക്കെ ജോലി അങ്ങനെ उसको ये नहीं मैटर कर रहा है, उससे शादी हो നല്ല चुकी മുതലാളി है. നോക്കണ്ട. नहीं नहीं नहीं, ये तो वो नहीं है। ചെല്ല്. अच्छा हाँ, वो क्या नाम ठीक है, उसका, ठीक है. कुक्कू क्या है? മുതലാളി എന്ന് हाँ जो वो भागा था. वही वही, वो गाने वाला डांस वाला बच्चा। जो हाँ, जो जो ഹലോ. ആ ഹലോ ജോർജ്. ആ എടാ ഇത് ഞാനടാ. ഞാനെന്ന് പറഞ്ഞാൽ എടാ നിനക്കെന്നെ മനസ്സിലായ? ഞാനെന്ന് പറഞ്ഞാൽ മനസ്സിലാവണം എങ്ങനെയാണ്? പേര് പറയും. എടാ എടാ ഞാൻ ജസ്റ്റിനടാ. ജസ്റ്റിയാ? ആ കോളേജിലെ. ആ ജസ്റ്റി പറ. ആ എടാ എൻ്റെ കല്യാണമാണ്, അത് ആഹാ. ക്ഷണിക്കാൻ വേണ്ടി വിളിച്ചതാ. ഓ നിന്റെ കല്യാണക്കായോ? ആ എവിടെ നിന്നാണ്? പെണ്ണ് എവിടെ നിന്നാണ്? इसमें जाएगा। പെണ്ണ് എടാ നമ്മുടെ കോളേജിലെ എൻ്റെ ബാച്ചിലുണ്ടായിരുന്നില്ലേ ഒരു കുട്ടി, ക്രിസ്റ്റി. ക്രിസ്റ്റിയോ? അല്ല ക്രിസ്റ്റി അല്ല, ക്രിസ്റ്റിയുടെ വകയിലുള്ള ഒരു കുട്ടിയാ. എന്ന് പറഞ്ഞാൽ ओ അത് അവളുടെ അങ്കിളുടെ. ഓക്കെ ഓക്കെ. എടാ ശമ്പും കോയൊക്കെ എന്ത് പറയുന്നു? ശമ്പം വൈകിച്ചു അവരുടെ. എടാ അവരുടെ നമ്പറൊന്നും എനിക്ക് ഞാൻ വാട്സാപ്പ് ചെയ്യണേ. വാട്സപ്പ്. പിന്നെ ശംഭുവിൻ്റെ ഒരു പാട്ടുണ്ടായിരുന്നല്ലോ, ബദാമ. ആ പിസ്ത എന്ന് പറഞ്ഞ പാട്ട്. പിസ്ത. ആ അത് സൂപ്പറായിരുന്നു കേട്ടാ. നമ്മുടെ റിസപ്ഷൻ വരുമ്പോൾ അവനെ കൊണ്ട് അത് പാടിപ്പിക്കണം. ആ പറയാലോ, നീ വിളിക്കെന്തായാലും. പിന്നെ നമ്മുടെ क्या पता പഴയകാലം उसकी शादी ना ഓർമ്മയിലിടുന്ന हुई हो, ये भी तो हो सकता है। നിങ്ങളുടെ പാട്ടൊക്കെ എന്ത് രസമായിരുന്നടാ, ആ തമിഴ് പാട്ട്. നമ്മുടെ नहीं नहीं, മലർ हुई तो മ്യൂസിക് ഇപ്പോൾ എവിടെയാ? थी। वो भी तो गया था जॉर्ज उसकी शादी में फोटो क्लिक करने। माला के साथ. हाँ, എനിക്കിപ്പോൾ കുറേ പേര് വിളിക്കാണ്ട്. നീ ഇപ്പോൾ ഒരു കാര്യം ചെയ്യും, അമരന. बहुत कंफ्यूजन है अभी। ശരി ശരി. അപ്പോൾ ഈ ശനിയാഴ്ചയാണ് ബാച്ചിലേഴ്സ് പാർട്ടി. ഓക്കെ. उसको माला याद आ रही है. वही उसके कजन के साथ जा रहा है। उसको अभी चीजें याद आ रही हैं. ഹലോ, ഈ മഞ്ഞ അനാർക്കലി ചുരിദാർ ഇവിടെ കിട്ടും? പച്ച കിട്ടോ? ഗ്രീൻ? यार ये कैसा सा आदमी है। ഹലോ हरा कैसा रहेगा? എന്നെ മനസ്സിലായോ? ഓ ഹായ്, അന്ന് കഫേയിൽ വന്നതല്ലേ, അറിയാതെ ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട്. ആ അത് വിറ്റായിരുന്നു കേട്ടോ. പക്ഷെ അതല്ല, നമ്മൾ തമ്മിൽ ഒരു പഴയ കണക്ഷൻ ഉണ്ട്. क्या? പഴയ എന്ത് കണക്ഷൻ? മേരി ചേച്ചിനെ ഓർക്കുന്നുണ്ടോ? ഏത് മേരി? മേരി ജോർജ്. ആ കണ്ടിട്ടുണ്ട് നമ്മളവിടെ. അറിയാം. जॉर्ज പിന്നെ ചേട്ടൻ മേരി ചേച്ചിയുടെ പുറകെ കിടന്ന കാര്യമൊക്കെ എനിക്കറിയാം. ഒരു റൗണ്ട് അടിച്ചിട്ട് വരാം, അപ്പം കഴിയും. മേരി ചേച്ചിയുടെ ഒപ്പം എന്നെ കണ്ടിട്ടില്ല. ആ ഓ നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. ആണോ? ये ഞാൻ जॉर्ज സെലിൻ. है क्या? ഓ സെലിൻ. ചേച്ചി നമ്മ പള്ളി കണ്ട ചേട്ടൻ. अरे अच्छा मैरी। സ്ട്രേഞ്ചേഴ്സിന്റെ അടുത്ത് പേര് പറയണ്ട, പക്ഷെ ഞാൻ പറയാം, എന്റെ പേര് സെലിൻ. സെലിൻ. सेलिन। ആ
നീ സ്റ്റേറ്റ് സിലബസ് ആണ് CBSE ആണ്? എനിക്കറിയാനൊന്നും പാടില്ല. ഇവർ രണ്ടുപേരും കല്യാണം കഴിക്കോ? അപ്പൊ അന്ന് കണ്ടപ്പോ എന്താ പറയായിരുന്നേ? അന്ന് മനസ്സിലാവും നോക്കി പിന്നെ സമയം ഉണ്ടായിരുന്നില്ലല്ലോ. ആ കൊള്ളാലോ. സുഖം. സുഖമായിരിക്കും. ഇപ്പൊ എന്ത് ചെയ്യുന്നു? ഞാൻ പഠിത്തം കഴിഞ്ഞപ്പോൾ ഡിസൈനിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. ഓക്കെ ഓക്കെ ശരി ശരി. ഇത് നമ്മൾ ആണ് ഡ്രസ്സ് എടുക്കുന്ന സ്ഥലമാണല്ലോ, ഇവിടെ ആണോ എടുക്കാറ്? ഞാൻ എൻ്റെ കസിന് ഷർട്ട് എടുക്കാൻ വേണ്ടി വന്നതാണ്. ഓക്കെ. രണ്ടിനും എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു ചെറിയ കൺഫ്യൂഷൻ. എൻ്റെ यार क्या मैरी और माला सेम है क्या? वही कंफ्यूजन है. ചേട്ടൻ ഇങ്ങനെ അത്യാവശ്യം പൊക്കവും മണ്ണൊക്കെ ഉള്ള ആളാണ്? ഏയ് ഇല്ലില്ല. മെലിഞ്ഞ ജസ്റ്റേ എന്തോ എന്ത് ചെയ്ത് അറേഞ്ച് മാരേജ് ആണോ ലവ് മാരേജ് ആണോ? ആഹാ അതറിയാൻ പാടില്ലേ, ലവ് മാരേജാടാ. അതാണ് മോനെ പ്രേമമാണ് അഖില സാറ് പ്രേമമാണ് അഖില സാരം മൊഴിയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകത്തെല്ലായിടത്തും പ്രേമമാണ്. അതെ. കൊച്ചിന് പേരെന്താ? കൊച്ചിന്റെ പേര് ഇവാനിയ. യുനാനി. അതൊരു ചികിത്സയല്ലേ? അല്ല, ഇവാനിയ. യുവാനിയ. യുവാനിയ മോളെ പാടുപെടും നീ വിളിക്കാൻ. അവളുടെ കാര്യം പറഞ്ഞപ്പോഴാ പുള്ളിക്കാരത്തിനെ ഞാനൊന്ന് വിളിക്കാന്ന് പറഞ്ഞിട്ടുണ്ടായി. ഞാനൊന്ന് പോയി വിളിച്ചിട്ടാ. തൊടാൻ പോണോ? അപ്പൊ ഓക്കെ. അല്ലാതെ ഈ പ്രേമത്തെ കുറിച്ച് എന്താ അഭിപ്രായം എന്താണ്? പ്രേമത്തെ കുറിച്ച് വളരെ നല്ല അഭിപ്രായം. നല്ല അഭിപ്രായമല്ലേ? പിന്നെ പൈങ്കിളി. എന്ത് പൈങ്കിളി? താൻ പ്രേമിച്ചല്ല കല്യാണം കഴിച്ചാൽ അതൊരു നായർ വർത്താനം തോന്നിയില്ലേ? അല്ലാതെ ഒരു മിനിറ്റാ. കള്ളച്ചിരിക്കുന്നുണ്ട്. इसको प्यार हो गया है क्या? किससे? പറ. നിങ്ങൾക്ക് മേരിനെ ഓർമ്മയില്ല? Don't tell me इसकी बहन से प्यार हो गया उसको. അവളിപ്പോ കല്യാണം കഴിച്ചിട്ട് എന്റെ കുട്ടികളെ US-ലാണ്. അവളെന്തിനാണ് അവള് ആയുധം വേണ്ടട്ടോ? അവളുടെ കൂടെ അന്ന് വന്നോണ്ടിരുന്ന ഒരു കൊച്ചിനെ ഓർക്കണം. സെലിനെ ഓർമ്മയില്ല? बच्चा नहीं बच्ची. പാറ്റ വെള്ളത്തിനകത്താ. ഹലോ യുനാനി. യുനാനി അല്ലടാ, ഇവാനിയ. ഞാൻ നിങ്ങളോട് എത്ര പ്രാവശ്യം പറഞ്ഞു? ഞാൻ സ്മോൾ അടിച്ചില്ല. ഓക്കെ. അവൾക്കിപ്പോ ഒരു 10-22 വയസ്സായി. 22 വയസ്സാ? എടാ 8 വയസ്സ് ഡിഫറൻസ്. 8 വയസ്സ് ഡിഫറൻസ് എന്താ പ്രശ്നം? ഫഹദും നസ്രിയും തമ്മിൽ 12 വയസ്സ് വ്യത്യാസമുണ്ട്. പക്ഷെ അത് ഇത്തിരി കൂടിപ്പോയി. അത് ഭയങ്കര അത് ശരിയല്ല. അത് ശരിയല്ലെങ്കിൽ ഇതും ശരിയല്ല. അത് മോശമെങ്കിൽ ഇതും മോശമായി പോയി. അതെനിക്ക് इन दोनों में कितनी उम्र का फर्क है? 8 साल का. പ്രേമം എന്ന് പറഞ്ഞത് നീ എവിടെ വെച്ചാ കണ്ടത്? കഫേയിൽ ഒരു ദിവസം വന്ന് എനിക്ക് അവളെ കണ്ടപ്പോ എന്തോ ഒരു സ്പാർക്ക് അടിക്കും. എന്തോ ഒരു എന്ത് പുല്ലാണെങ്കിലും ശരി, കഫേയിൽ വരിക, കേക്ക് അങ്ങോട്ട് കൊടുക്കുക, കേക്ക് ഇങ്ങോട്ട് പിടിക്കുക. ഇവ പരിപാടി പറ്റുന്നില്ല. നിനക്കൊരു ജോലിയില്ലേ? യൂട്യൂബ് പ്രപ്പോസ് ചെയ്യും. പണ്ടത്തെ പോലെ പരിപാടി നടക്കില്ല. എൻ്റെ ചോദ്യം പാരന്റ്സ് ആയിട്ട് ഡീൽ ചെയ്യും. പാരന്റ്സ് ആയിട്ട് ഡീൽസ് മതി. ഞാൻ പ്രപ്പോസ് ചെയ്തതാണോ? നീ വീട്ടിലേക്ക് പാരന്റ്സ് ആയിട്ട് ഡീൽ ചെയ്യും. പാരന്റ്സ് ആയിട്ട് बेइज्जती कराएंगे ये लोग. അപ്പൊ ഞാൻ ആദ്യം അവളോട് പോയിട്ട് അവതരിപ്പിച്ചാലോ എന്ന് ആലോചിക്കാം. ധൈര്യമായിട്ട് പോയി അവതരിപ്പിക്കുക. ഈ തെണ്ടിയെ കൂടെ കൂട്ടണ്ട. ധൈര്യമായിട്ട് അവതരിപ്പിക്കുക. പിന്നെ പോകുമ്പേ നീയായിട്ട് പോയാൽ മതി. ഓ ഇത്രയും നാളെ ഞാനായിട്ട് പോരുന്നായിരുന്നല്ലോ. ഇപ്പൊ എന്താ അങ്ങനെ? അളിയാ എന്താ അറിയോ, പണ്ട് നീ നല്ല ബോറായിരുന്നു. പക്ഷെ ഇപ്പൊ നീ നന്നായി. അടിപൊളി. വാസന്തേ ആരായിട്ട് പോണ കാര്യം പറഞ്ഞു? पहले तुम बोरिंग इंसान थे. यार ये किसी का सर. मेरे को तो लग रहा है किसी का नहीं सर. मेंढक लग रहा था वो. पता नहीं. കഴിക്കാൻ പഴംപൊരി കിട്ടൂ? പഴംപൊരി ഒന്നും കിട്ടൂല. കട്ടൻ ചായ കിട്ടൂലേ? ഒരു മിനിറ്റ്, ഒരു ബ്ലാക്ക് ടീ, എന്തെങ്കിലും ഒരു കേക്ക്. ഓക്കെ പോയിട്ട്. വിട്ടാ പോയ കാര്യം എന്തായി? പോയ കാര്യം പതുപോലെ. ഹലോ. ഇടിപ്പടി ചുറ്റൂടെ ആൾക്കാരുണ്ട്. ഞാൻ കഫേല. क्या है यार, ये लोग जो कर रहे हैं. അപ്പൊ വരില്ലേ? 6 മണിക്ക്. മറ്റേ പെൺകുട്ടിക്ക് ബിടെക് നിർബന്ധമാണ്.
എടോ ഇതിപ്പോ എവിടെ കിട്ടും ബിടെക്? ബിടെക് സൂപ്പർ മാർക്കറ്റിൽ എന്നെ കൊണ്ട് പറയിപ്പിക്കണ്ട. എടോ ഇതൊക്കെ ബുദ്ധിപരമായിട്ട് എഴുതിയെടുക്കേണ്ട സാധനമല്ലേ? 10ാം ക്ലാസ്സും കുസ്തിയുള്ള എന്നോട് അതൊക്കെ ചോദിക്കല്. അതെ സൗണ്ട് കസ്റ്റമേഴ്സ് റീഡ് ചെയ്യുന്നു. ഓക്കെ താങ്ക് യു. എടോ പതുക്കെ പറയണോ, ഇത് ചന്തയല്ല. ഉള്ള കാര്യം പറഞ്ഞാൽ ഞാൻ ഉള്ളതല്ല പറഞ്ഞ്. പിന്നെ ബിടെക് എടുക്കാം, പക്ഷെ ഇത് പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നം? +2 കിട്ടുമോ? അപ്പൊ +2 ഇല്ലേ നിങ്ങൾക്ക്? അത് അപ്പച്ചനെ തെങ്ങുമ്പേന്ന് നിങ്ങളെ പോലത്തെ ആൾക്കാർ ഞാൻ പെണ്ണാണ് നടക്കണേ. നിങ്ങൾ അതൊക്കെ ഉണ്ടാക്കിയിട്ട് വരും. വീട്ടൊക്കെ എടുത്തിട്ട് വരും. അപ്പൊ ഞാൻ എനിക്ക് വേണ്ട, മോളെ ഈ കൊണ്ടുവയ്ക്കും. അതൊക്കെ ഉണ്ടാക്കിയിട്ട് വരും. എന്തേത്ത് മനസ്സിലാണ്ടോ? I'll text you later. Bye. यार ഹലോ, ഹേയ്, ഇവിടെ ഉണ്ടായിരുന്നോ? ഞാൻ നോക്കിയിരുന്നു. ഞാൻ അകത്തൊരു കേക്ക് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആഹാ, കേക്ക് ഒക്കെ ഉണ്ടാക്കോ? കട അടുത്തല്ലേ? ഒറ്റയ്ക്കുള്ള ആ അല്ല, അല്ല അന്നുകൊണ്ട് കേക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? इसका तीसरा प्यार है നല്ല കേക്കായിരുന്നു. ഓക്കെ. ഇരിക്കുന്നോ? തിരക്കില്ലെങ്കിൽ तो छोटे थे तब भी बातें करते थे रुक के ആ നീ കറക്റ്റ് സമയത്ത് വന്നേ. എടാ ഇവിടെ ഒന്ന് ക്ലീൻ ചെയ്തേ. എന്തെങ്കിലും വേണോ? എടാ അതെ, ആ റെഡ് വെൽവെറ്റ് കേക്ക് 2 പീസ്. അല്ല, മുതലാളി ഉണ്ടാക്കിയതാണോ? അല്ല, ഉണ്ടാക്കിയതാണോ? എന്നാ मुझे बॉस എനിക്കും मत ഒരു बुलाओ। പീസ് വേണം. ഒരു പീസ് ബേബി കൊടുത്തു. ആഹാ, ഭയങ്കര ബിൽഡപ്പാണല്ലോ. അത്രയ്ക്ക് നല്ല കേക്കാണോ? വെയിറ്റ് ചെയ്യുന്നു. അപ്പൊ എന്ത് പറയുന്നു? സുഖം. कैसा होगा रेड वेलवेट केक यार ये तो देखना पूरा ही डूब गया है तीसरी बार कभी माला कभी मैरी और अब तो मैरी की बहन क्या नाम सैली क्या പിന്നെ यार മാരീഡ് ആണോ? ഞാനോ? किसकी അല്ല, എന്ത് പറ്റി? അല്ല, കിട്ടുന്ന ആൾക്ക് നല്ല കേക്കൊക്കെ കഴിക്കാലോ. क्या बात है यार तेरे को केक तो अच्छा मिलेगा मुझे लग रहा है दोनों की शादी हो ഞാനൊരു പ്രപ്പോസലായിട്ട് വീട്ടിലേക്ക് വന്ന കുഴപ്പമുണ്ടോ? എന്താ? ഞാനൊരു പ്രപ്പോസലായിട്ട് വീട്ടിലേക്ക് വന്ന കുഴപ്പമുണ്ടോ? शादी के लिए किस लिए ഈ സൺഡേ എൻ്റെ എൻഗേജ്മെന്റ് ആണ്. इसकी എനിക്ക് നല്ല പെൺകുട്ടിയെ കിട്ടുമല്ലോ. तो नहीं मिल रही है ना भाई साहब ये बहुत शॉकिंग था मतलब ये तीसरे टाइम प्यार हुआ और उसकी भी एंगेजमेंट होने वाली वो भी अगले रविवार अब देखो ये क्या मैरी की बहन एग्जैक्टली अब जैसे पहले मैरी थी, फिर माला आई, माला की भी शादी हो गई, अब मैरी का भी पता लगा कि उसकी भी शादी हो चुकी है, वो यूएस में है। एंड अब ये लड़की मिली मैरी की बहन, तो अब इसका भी पता लग रहा है कि इसके अगले हफ्ते एंगेजमेंट है। तो अब जॉर्ज को और ज़्यादा दिल टूट चुका है। वही देखते हैं कि अब क्या होने वाला है। तो गाइस यही था हमारा रिएक्शन, आप लोगों को कैसा लगा प्लीज़ कमेंट करके ज़रूर बताइएगा। अगर अच्छा लगे तो प्लीज़ इस वीडियो को लाइक करिए, शेयर करिए, कमेंट करिए और अगर इस चैनल पर नहीं हो तो सब्सक्राइब करिए। बाय।